മുദ്രാവാക്യങ്ങൾ ഇപ്പോഴും അണഞ്ഞിട്ടില്ല. വി എസിൻ്റെ ചിത ഇപ്പോഴും കത്തിയമർന്നുകൊണ്ടിരിക്കുന്നു. അതിനു ചുറ്റും നിന്നുകൊണ്ട് പാർട്ടി പ്രവർത്തകർ ആവേശത്തോടുകൂടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ഈ കനൽ കെട്ടടങ്ങുന്നതുവരെ തങ്ങൾ ഈ ചിതയ്ക്ക് ചുറ്റും നിന്ന് മുദ്രാവാക്യം വിളിക്കുമെന്ന ഉറച്ച ശബ്ദത്തോടുകൂടി ആ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുട്ടനാടിൻ്റെയും ആലപ്പുഴയുടെയും വീരകഥകൾ പറഞ്ഞുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ തങ്ങൾക്കാരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇവിടെ ആവേശത്തോടുകൂടി ആ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വി എസ് എന്തായിരുന്നു, വി എസ് ആരായിരുന്നു ഈ ജനങ്ങൾക്കെന്നത് അവർ നൽകുന്ന ഈ മറുപടിയിലൂടെ വ്യക്തമാണ്. വലിയ മഴയായിരുന്നു വി എസിനെ ഈ വലിയ ചുടുകാട്ടിലേക്ക് എത്തിക്കുമ്പോൾ. ഇപ്പോൾ മഴയ്ക്കൊരൽപ്പം ശമനം വന്നിട്ടുണ്ട്. ആ ചിത കത്തിത്തീരാറാകുന്നു. ആ സമയത്തും ആവേശമടങ്ങുന്നില്ല. വി എസിന് വേണ്ടി ആർത്തു മുദ്രാവാക്യം വിളിക്കുന്നവരെയാണ് നമുക്ക് ആ ചിതയ്ക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. കാരണം അവർക്ക് അത്രയും വലിയ ആവേശമായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന വലിയ രാഷ്ട്രീയ നേതാവ്. കാരണം വി എസ് പകർന്നു നൽകിയ ആവേശമുണ്ട്, വി എസ് നൽകിയ സമര സന്ദേശമുണ്ട്. ആ സമര സന്ദേശവും ആണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ആവേശത്തോടുകൂടി വി എസിന് വേണ്ടി ഉറക്കെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഇപ്പോഴും ആളുകൾ ഈ വലിയ ചുടുകാട്ടിൽ ഈ ചിതയ്ക്ക് ചുറ്റും നിലകൊള്ളുന്നത്. എന്തായാലും വയലാർ പുന്നപ്ര സമര സേനാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മണ്ണാണ് ഈ ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക്. പുന്നപ്രയിലെ സമര പോരാളികളെ അവരെ കൂട്ടത്തോടെ സംസ്കരിച്ച മണ്ണ്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന സമീപകാലത്തെ ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം വളർന്നു വന്നത് ഈ പുന്നപ്രയുടെ മണ്ണിലാണ്. തീർത്തും വലിയ ദാരിദ്ര്യങ്ങൾ, കൊടിയ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ അലട്ടിയ ബാല്യകാലത്തിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ എന്ന കേരളം കണ്ട ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാവിലേക്ക് അദ്ദേഹം വളർന്നു വന്ന മണ്ണ് ഇതാണ്. അവിടെ നിന്നാണ് വി എസ് അച്യുതാനന്ദൻ ഈ സംസ്ഥാന രാഷ്ട്രീയത്തെ സ്വന്തം കൈവെള്ളയിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോയത്. എത്ര കരുത്തർ മുന്നിൽ വന്നാലും അവരെയെല്ലാം നേരിടാൻ വി എസ് അച്യുതാനന്ദന് കഴിഞ്ഞിരുന്നത് തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ്. അത്രയും തിക്തമായ അനുഭവങ്ങൾ അദ്ദേഹത്തിന് വളരെ ചെറുപ്പകാലം മുതൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം വളർന്നു വന്നു. വലിയ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു. പി കൃഷ്ണപിള്ളയിൽ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥന്മാർ അദ്ദേഹത്തിന് നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയ വി എസ് അച്യുതാനന്ദൻ. ആ വി എസ് അച്യുതാനന്ദൻ ഈ 101 വയസ്സിൽ നമ്മളോട് വിട പറയുമ്പോൾ അദ്ദേഹം നൽകുന്ന ഒരു ആവേശമുണ്ട്. ആവേശമാണ് നമുക്കിപ്പോഴും ഈ വലിയ ചുടുകാട്ടിൽ കാണാൻ കഴിയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഒരു 4 വർഷത്തോളം വി എസ് അച്യുതാനന്ദൻ നമുക്ക് മുന്നിൽ പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയോ അദ്ദേഹത്തിൻ്റെ ഒരു മുഖമോ ഒന്നും തന്നെ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ പിറന്നാൾ ദിനങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് വലിയ ഓർമ്മകളൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം ഈ 4 വർഷക്കാലം നമുക്കിടയിൽ ഇത് നിശ്ചലനായി ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ആ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോയിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന് ഈ കേരളം നൽകിയ അന്ത്യയാത്രാമൊഴിയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം അത്രയും വലിയ ആവേശമായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഈറ്റില്ലമായ ആലപ്പുഴയിലേക്കുള്ള ആ വിലാപയാത്ര. പുന്നപ്രയിലെ വീട്ടിൽ മണിക്കൂറുകൾ നീണ്ട പൊതുദർശനം. നാട്ടുകാർ മാത്രമല്ല അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി, കേരളമാകെ ഒഴുകിയെത്തി. ശരീരം ചാരമാവുകയാണ്. പക്ഷേ ആ ഓർമ്മകൾക്ക് തീക്ഷ്ണതയുണ്ട്. അത് കാലങ്ങളോളം അത് കേരളത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ, കേരളത്തിൻ്റെ ആ ഭൂമികയിൽ ജ്വലിച്ചു തന്നെ നിൽക്കും. നാളേക്കുള്ള പൊരുതാനുള്ള കരുത്തായി അത് മാറുകയും വി എസിൻ്റെ ഓർമ്മകൾ മാറുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് സ്മരണികകൾ ബാക്കിയാക്കിയാണ് വി എസ് ഈ ലോകത്ത് നിന്നും വിട പറയുന്നത്. അങ്ങനെ വി എസിനെ വീരോചിതമായിട്ടുള്ള യാത്രയപ്പാണ് പ്രിയപ്പെട്ട സഖാക്കളും ഒപ്പം തന്നെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും നൽകിയിട്ടുണ്ട്. ഷിനോജ് കൂടി ചേരുകയാണ്. ഷിനോജ്, അങ്ങനെ ഓരോ കാഴ്ചകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ വൈകിട്ട് 4 മണിയോടുകൂടി ആ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ അതല്ല, നീണ്ടുപോയി. കാരണം അത്രമേൽ വി എസിനെ ഇഷ്ടപ്പെടുന്ന ഓരോ മനുഷ്യരും അവർക്ക് അന്ത്യ അഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു സമയം, അതിലേക്കായിരുന്നു എല്ലാവരും ക്രമീകരണങ്ങൾ പാർട്ടി നേതൃത്വമൊക്കെ നടത്തിയത്. അങ്ങനെ ഓരോരുത്തരും വന്ന് വി എസിനെ നെഞ്ചോട് ചേർത്ത് ഹൃദയ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് കണ്ണ് നിറഞ്ഞ് മുഷ്ടി ചുരുട്ടി പോകുന്ന കാഴ്ചകളിലാണ് നമ്മൾ കണ്ടത്. മുദ്രാവാക്യം വിളിച്ചൊക്കെ തന്നെ ഇപ്പോഴും അവിടെയുള്ള മുദ്രാവാക്യം വിളി കേൾക്കുകയാണ്. അതായത് വി എസിൻ്റെ ശരീരം കെട്ടടങ്ങിയാൽ പോലും ആ തീക്ഷ്ണമായിട്ടുള്ള ഓർമ്മകൾ എപ്പോഴും കരുത്തായി ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. അല്ലേ ഷിനോജ്?
പ്രതീക്ഷ തീർച്ചയായും വി എസ് എന്ന ദ്വയാക്ഷരി, വി എസ് എന്ന സമരസൂര്യൻ ഇനി കേരളത്തിന്റെ ചുവന്ന നക്ഷത്രമായി ജ്വലിക്കും. ഇന്നലെ 2:26 തിരുവനന്തപുരത്ത് തുടങ്ങിയ വിലാപയാത്ര അത് രാവിലെ പറഞ്ഞതിലുമൊക്കെ തന്നെ വളരെ 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 വൈകി ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുന്നു. അതിനുശേഷം പൊതുദർശനം നമ്മൾ കണ്ടതാണ്. സമീപകാലത്തൊന്നും കാണാത്ത തരത്തിൽ ആളുകളൊക്കെ ആലപ്പുഴയിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിലാപയാത്രകളിൽ ഒന്നാണ് വി.എസ്. അച്യുതാനന്ദന് കേരളം നൽകിയത്. അങ്ങനെ ആ തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള വിരോചിതമായ യാത്രയപ്പ് തന്നെയാണ് വി.എസ്. അച്യുതാനന്ദന് കേരളം നൽകിയത്. പൊതുസമൂഹത്തിൽ നിന്ന് മാറി നിന്നിട്ട് കാലം ഒരു 4-5 വർഷമായെങ്കിൽ കൂടി വി.എസ്. അവരുടെയൊക്കെ ഹൃദയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ തെളിവ് തന്നെയാണ് ഈ ചിതയ്ക്ക് മുന്നിൽ കൂടി നിന്നുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. അവരുടെയൊക്കെ ഉള്ളിൽ വി.എസ്. ഇപ്പോഴും ഉണ്ട്. കണ്ണേ കേരള വി.എസ്. എന്നവർ രാവിലെ മുതൽ തുടങ്ങിയ മുദ്രാവാക്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ തുടങ്ങിയ മുദ്രാവാക്യമാണ്. കണ്ണേ കേരള വി.എസ്. എന്ന് കണ്ടമിടറി അവർ ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെയൊക്കെ ഉള്ളിൽ എവിടെയൊക്കെയോ പല കാലങ്ങളിൽ പല സമയത്തൊക്കെ തന്നെ വി.എസ്. പല ഏതൊക്കെയോ സമയങ്ങളിൽ അവരുടെയൊക്കെ ജീവിതത്തെ തൊട്ടിട്ടുണ്ട്. ഒരുപക്ഷെ വി.എസിനെ നേരിട്ട് കാണാത്തവർ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വി.എസിനെ പത്രങ്ങളിലും ടെലിവിഷനിലും മാത്രം കണ്ടറിഞ്ഞ ഒരു കൗമാരക്കാർ, കുട്ടികൾ ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വി.എസിനൊപ്പം നടന്നവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പലർക്കും പലതരത്തിലുള്ള ഓർമ്മകളാണ് വി.എസ്. എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഇവിടേക്ക് എത്തുന്ന ആളുകളോട് ഓരോരുത്തരോട് നമ്മൾ പ്രതികരണം ചോദിക്കുമ്പോഴും അവരും പറയുന്നത് അവർക്കൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്തെങ്കിലുമൊക്കെ വി.എസിന്റെ കഥകൾ പറയാനുണ്ട്, വി.എസിന്റെ കഥകളൊക്കെ പറയാനുണ്ട് എന്ന് തന്നെയാണ്. എവിടെ നിന്നായിരുന്നു കേട്ടോ? ഓർമ്മയാണ് വൈകാരികമായൊരു ഞാൻ വൈകിട്ട് മൂവാറ്റുപുഴ ഇടുന്ന കേരളത്തിന്റെ പല നാടുകളിൽ നമ്മൾ രാവിലെ ഒക്കെ ഈ വിലാപയാത്ര വരുന്ന സമയത്തൊക്കെ തന്നെ കണ്ടതാണ്. പ്രത്യേകിച്ച് ഈ പുന്നപ്പുറയിൽ വി.എസിന്റെ വേലിക്കകത്തെ വീട്ടിൽ അവിടെ ഇന്നലെയൊക്കെ തന്നെ മലബാറിൽ നിന്നെത്തിയ ആളുകൾ ഭക്ഷണം പോലും കഴിക്കുക, തലകറങ്ങി വീണാലും കുഴപ്പമില്ല, മഴ പെയ്താലും പ്രശ്നമില്ല, ഉറക്കമില്ലാതെ നിന്ന ആളുകൾ മഴ ഒക്കെ പെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് അവർ തന്നെ പറയുന്നുണ്ട് ഈ മഴയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, കാരണം ഇതിനും വലിയ മഴ വി.എസ്. ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. ഞങ്ങളുടെയൊക്കെ സഹോദരങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെയൊക്കെ തലമുറകൾക്ക് വേണ്ടി വി.എസ്. ഒരുപാട് മഴ കൊണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ മഴയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇതിനേക്കാളും വലിയ മഴ കൊണ്ട ഒരു നേതാവിന് വേണ്ടിയുള്ള ഒരു യാത്രയയപ്പല്ലേ, അതുകൊണ്ട് ഈ മഴയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് കാത്തുനിന്ന ഒരുപാട് മനുഷ്യരെ എല്ലാവരും മടങ്ങി. വി.എസിന്റെ ഉറ്റവരൊക്കെ തന്നെ മടങ്ങുമ്പോഴും ചിത എവിടെ കെട്ടടങ്ങിയിട്ടില്ല. അങ്ങനെ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ശേഷിക്കുന്ന കുറച്ചുപേർ ഇപ്പോഴും വി.എസിനെ നെഞ്ചോട് ചേർത്ത് ഈ രാത്രിയിലും അവിടെ ആ ചിതയ്ക്ക് ചുറ്റും ഒപ്പം കൂടുകയാണ്.